അപ്പോൾ ഇന്നത്തെ വീഡിയോ സാമ്പാർ പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സാമ്പാർ പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി എടുക്കുമ്പോൾ അടി കട്ടിയുള്ള ചട്ടി എടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ചട്ടി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ആദ്യം 2 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ പുഴുക്കല്ലരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം കുത്തരി ഉണ്ടെങ്കിൽ കുത്തരിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് മല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10ഓളം ചുവന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉണക്കമുളക്. പിന്നെ പിരിയൻ മുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, കാശ്മീരി മുളക് എന്നൊക്കെ പറയുമല്ലോ, അതൊരു 5 ഇട്ട് കൊടുക്കാം. അപ്പോൾ പിരിയൻ മുളക് ഒരു 5 ചേർത്ത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ അത്രയും സാധാ ഉണക്കമുളക് എടുത്താൽ മതി കേട്ടോ. പിന്നെ ചട്ടി എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവരുത് കേട്ടോ. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം പാടെ കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഐറ്റംസും ആദ്യം തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പിൽ വറുത്തെടുക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. തീ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം, കൂട്ടി വെക്കരുത്. എന്നിട്ടിത് നല്ലവണ്ണം വറുത്തെടുക്കുക, കരിയാത്ത രൂപത്തിൽ കേട്ടോ. ഇതിൽ ഇങ്ങനെ ആവി വരുത്തക്ക രീതിയിലൊന്നും വറുത്തെടുക്കരുത്. അതുകൊണ്ടാണ് പറയണത് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാൻ. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ വേറെ നിങ്ങളുടെ സാമ്പാറിലേക്ക് വേറെ പൊടിയൊന്നും അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മറ്റുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ കുപ്പിയിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വരെ വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അളവിന് വേണ്ടിയിട്ട് ഇത് അളവ് ഇതിനനുസരിച്ച് തന്നെ കൂട്ടി കുറച്ചൊക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കൂടുതൽ ഉണ്ടാക്കി വെക്കാതിരിക്കും നല്ലത്. സാമ്പാർ നമ്മൾ എന്നൊന്നും ഉണ്ടാക്കില്ലല്ലോ, അതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കി വെക്കാതിരിക്കും നല്ലത്. ഈ ഒരു അളവിന് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പാകത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ചിലരൊന്നൊരു ലൈക്ക് പോലും തരുന്നില്ല, എങ്കിലും കൂടിയിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തിട്ടെങ്കിലും കാണുക. പിന്നെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും കേട്ടോ. ഇതിൽ നമ്മൾ പുഴുക്കല്ലരി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സാമ്പാർ നല്ല തിക്കായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അതിന് പകരം കുത്തരിയാണ് ഇതിന് ഏറ്റവും നല്ലത്. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പുഴുക്കല്ലരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളൊക്കെ വറന്നു വന്നിട്ടുണ്ട്. ഈ ഉണക്കമുളക് ഇങ്ങനെ പൊട്ടി വരണം കണ്ടോ. ഇതേപോലെ പൊട്ടി വരുമ്പോൾ എന്ത് ചെയ്യുക, ഇനി ഇതിലേക്ക് 1 കപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമുക്ക് കായം ആയിട്ടും ചേർക്കാം. കായം ചേർക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ചേർക്കണം കേട്ടോ. ഇതിൽ ഈ ചട്ടിയിൽ ആദ്യം തന്നെ നമ്മളെല്ലാം ഇടുമ്പോൾ തന്നെ കായം ചേർത്ത് കൊടുക്കുക. പൊടിയാണെങ്കിൽ അവസാനം ചേർത്താൽ മതി കേട്ടോ. കറിവേപ്പിലൊന്ന് പൊട്ടി വരുന്ന വരെ നമുക്ക് ഇതൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ കറിവേപ്പില ഉണ്ടല്ലോ അങ്ങനെ പൊട്ടി വരണം, പൊടിഞ്ഞിങ്ങനെ വരണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ മതി. ഇനി തീ ഓഫാക്കാം. തീ ഓഫാക്കിയാലും ഇത് ഇതേപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മളെ ചട്ടിക്ക് ചൂടുണ്ടാവും, അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. കരിഞ്ഞു പോകരുത്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നന്നായിട്ടിട്ട് പൊടിച്ചെടുക്കുക. പൗഡർ രൂപത്തിലോട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് വാങ്ങി വെക്കാം, ചൂടാറട്ടെ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഈർപ്പൊന്നുമില്ലാത്ത ഒരു മിക്സിയുടെ ജാറ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇനി വറുത്താൻ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടുണ്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൗഡർ രൂപത്തിലുണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി നല്ല അടിപൊളിയായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതല്ലേ, ഇത്ര പണിയുള്ളൂ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ. അപ്പോൾ വീട്ടിലേ ഇനി സാമ്പാർ പൊടി ഇതേപോലെ ഉണ്ടാക്കി വെച്ചോളി, പുറത്തുനിന്നൊന്നും വാങ്ങണ്ട. ഈ സാമ്പാറിൽ നിങ്ങൾ ഒരു 2 ടീസ്പൂൺ വരെ ചേർത്താൽ മതി. സാമ്പാറിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.